വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷ വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവരെല്ലാം തന്നെ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നോട് വിളിച്ച് ചോദിക്കാറുണ്ട്, സാറേ അതിന്റെ കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര അഡ്വൈസ് ആണ് നടന്നിട്ടുള്ളത്, അതുപോലെ തന്നെ എത്ര പേരുടെ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പ്രസിദ്ധീകരിച്ചത്, ഇങ്ങനെയുള്ള ധാരാളം ചോദ്യങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായപ്പോൾ അതെല്ലാം കൂടി ഒരു ക്ലാസ് ആയിട്ട് തയ്യാറാക്കി ആണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. 10 മോഡൽ എക്സാമുകളുണ്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളുണ്ട്, NCERT ക്വസ്റ്റ്യൻ ഉണ്ട്, SCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്. അങ്ങനെ എക്സാം ക്രാക്കർ ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള കുട്ടികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. റാങ്ക് ഫയൽ PDF ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ ഒക്കെ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ വളരെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ സിലബസിനെ സംബന്ധിച്ചിടത്തോളമാണ്. സിലബസ് കഴിഞ്ഞ പ്രാവശ്യം മലയാളം ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്രാവശ്യം അതിനകത്ത് മലയാളമില്ല. കമ്പ്യൂട്ടർ പ്രൊഫഷൻസി 50 മാർക്ക്, അതുപോലെ തന്നെ ജനറൽ നോളജ് 30 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്ക്, ഇങ്ങനെയാണ് സിലബസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ, ഒരു വിശദമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ എങ്ങനെ പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള സ്റ്റഡി പ്ലാനിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി വിളിച്ചപ്പോൾ അപ്പോൾ അതിൽ നിന്ന് ക്ലാസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുകയും ധാരാളം ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ എത്തുകയും അതുപോലെ തന്നെ നിയമനങ്ങളൊക്കെ ലഭിക്കുകയും ജോലിക്ക് കയറിയ ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അവർക്കൊക്കെ തന്നെ ജോലി മേടിച്ചു കൊടുക്കാൻ നമ്മുടെ JKR അക്കാഡമിക്ക് സാധിച്ചു എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഇനി കുട്ടികൾക്ക് അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അകത്ത് പരീക്ഷയോടൊപ്പം തന്നെ ടൈപ്പിംഗ് ടെസ്റ്റിന് വേണ്ടിയിട്ടും കുട്ടികൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട്. അതും കൂടെ മാർക്ക് കൂടി ആഡ് ചെയ്താണ് ഫൈനൽ ലിസ്റ്റ് ഇടുന്നത്. അപ്പോൾ കുട്ടികളെല്ലാം തന്നെ അതിന് വേണ്ടിയിട്ടും കൂടെ പ്രത്യേകം തയ്യാറെടുക്കണം. പരീക്ഷയ്ക്ക് പഠിക്കുന്നതോടൊപ്പം തന്നെ ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സാലറി സ്കെയിൽ ഓഫ് പേ 27,900, 63,700 സ്കെയിൽ ഓഫ് പേ വരുന്നത്. അതുപോലെ തന്നെ +2 ആണ് അതിന്റെ വേക്കൻസി, KGTA ആണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് ടോട്ടല് 20 അഡ്വൈസ് ആണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അകത്തുനിന്ന് ഓപ്പൺ കാറ്റഗറി 13 അഡ്വൈസ് ഓപ്പൺ കാറ്റഗറിയിലും ബാക്കി അല്ലാതെയും ആണ് നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞ പ്രാവശ്യം 49 പേരും സപ്ലി ലിസ്റ്റിൽ 19 പേരുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിന്റെ കട്ട് ഓഫ് മാർക്ക് 55.5 മാർക്കായിരുന്നു കട്ട് ഓഫ് മാർക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം അതിനകത്ത് ഓൾറെഡി നമ്മൾ 11 വേക്കൻസി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ റാങ്ക് ലിസ്റ്റിൽ എത്താവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെയുള്ള സ്റ്റഡി പ്ലാനുകൾ ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ തയ്യാറാക്കി ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണുകയും പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾ ഒരുമിച്ച് നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ കൃത്യമായിട്ട് കാണുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ എത്താനും ജോലി ലഭിക്കാനും ഒക്കെ സാധിക്കട്ടെ. ഇനി നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഓരോ ദിവസവും പഠിക്കാം. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാണ്. ഞാൻ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് പഠിക്കണം. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ റാങ്ക് ഫയൽ വാങ്ങണം, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.